വിഷുദിനത്തിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരം അമ്പലമുക്ക് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അനന്തു VS ചേരുന്നുണ്ട് നമ്മോടൊപ്പം. അനന്തു ആദ്യം തന്നെ വിഷുദിന ആശംസകൾ നേരുകയാണ്. എങ്ങനെയാണ് ആഘോഷങ്ങളൊക്കെ? ഒപ്പം തന്നെ വൻ ഭക്തജന തിരക്ക് തന്നെയാണോ അനുഭവപ്പെടുന്നത്? ജീന, വിഷുപ്പുലരിയിൽ മലയാളി കണി കണ്ട് ഉണരുകയാണ്. ഓട്ടുരുളിയിൽ കണിവെള്ളരിയും കൃഷ്ണനുമെല്ലാം കണിക്കൊന്നയുമെല്ലാം കണികൊണ്ട് മലയാളി ഉണരുകയാണ്. ഇന്നിപ്പോൾ സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിലെല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. എല്ലായിടത്തും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം തന്നെ നല്ല ഭക്തജന തിരക്കുണ്ട്. രാവിലെ ക്ഷേത്രങ്ങളിലെത്തി ദർശനം നടത്തി കൈനീട്ടം വാങ്ങി മടങ്ങാനുള്ള തിരക്കിലാണ് മലയാളികൾ എല്ലാവരും. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം അമ്പലമുക്കിലുള്ള പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടെ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിലും വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ആറ്റുകാൽ ക്ഷേത്രത്തിലും പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും എല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്തായാലും വിഷു ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ദിവസമാണ്. ആ ദിവസം മലയാളി സമുചിതമായി ആഘോഷിക്കുന്നുണ്ട്. വിഷു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ തുല്യമായത് എന്നാണ്. രാവും പകലും തുല്യമായി വരുന്ന ദിവസത്തിലാണ് വിഷു ആഘോഷിക്കുന്നത്. അത്തരത്തിൽ മലയാളിക്ക് വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ് വിഷു. വേനൽ പച്ചക്കറികൾ വിളവെടുക്കുന്ന ഒരു സമയം കൂടിയാണ് വിഷുദിനം. അങ്ങനെ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും എല്ലാം പ്രതീകമായ വിഷു ആഘോഷിക്കുകയാണ്. പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് മുതിർന്നവരിൽ നിന്നും കൈനീട്ടം വാങ്ങി അതോടൊപ്പം തന്നെ രാവിലെ കണിയൊരുക്കി കണി കണ്ട് ഉണർന്നുകൊണ്ടാണ് മലയാളി എല്ലാ വിഷുവും ആഘോഷിക്കുന്നത്. ഇത്തവണയും എല്ലാ ഒരുക്കങ്ങളോടും കൂടി കഴിഞ്ഞ ദിവസമൊക്കെ നല്ല തിരക്കായിരുന്നു. പുറത്ത് വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം വലിയ തിരക്കായിരുന്നു. അത്തരത്തിൽ വിഷു ഒരുക്കാനുള്ള തിരക്കിലായിരുന്നു ഇന്നലെ മലയാളി. ഇന്ന് രാവിലെ വിഷു ഒരുക്കി കണി കണ്ട് ക്ഷേത്ര ദർശനം നടത്തി മലയാളി വിഷു ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വിഷുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, രണ്ട് ഐതിഹ്യങ്ങളാണല്ലോ. ഒന്ന്, ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചു എന്ന ഒരു ഐതിഹ്യമുണ്ട്. അതോടൊപ്പം തന്നെ രാവണനെ ശ്രീരാമൻ വധിച്ച ദിവസമാണ് വിഷു എന്ന് പറയപ്പെടുന്നത്. അത്തരത്തിൽ രണ്ട് ഐതിഹ്യങ്ങളാണ് വിഷുവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത്തരത്തിൽ എന്തായാലും കേരളത്തിലുള്ള എല്ലാവരും, മലയാളികളായിട്ടുള്ള എല്ലാവരും വിഷു ആഘോഷിക്കുന്നു. ഓണം കഴിഞ്ഞാൽ മലയാളി ഏറ്റവും അധികം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് വിഷു. അങ്ങനെ വിഷു എല്ലാ തരത്തിലും ആഘോഷമാക്കുകയാണ് കേരളം. അനന്തു, ഒപ്പം തന്നെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വൻ ഭക്തജന തിരക്ക് തന്നെയാണോ അനുഭവപ്പെടുന്നത്? എങ്ങനെയാണ് തിരുവനന്തപുരത്ത് നിന്നും ലഭ്യമാകുന്ന ഒരു വിവരം? ക്ഷേത്രങ്ങളിലെല്ലാം വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നീണ്ട നിരയാണ് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ അമ്പലമുക്കിലുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അപാലവൃദ്ധം ജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കുട്ടികളും അമ്മമാരും രാവിലെ പുത്തൻ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ക്ഷേത്ര ദർശനത്തിനായി എത്തിയിട്ടുണ്ട്. വലിയ ക്യൂ ആണ്. ക്ഷേത്രത്തിന് ചുറ്റും ഒരു വലിയ നിരയാണ് കാണാൻ സാധിക്കുന്നത്. വരി നിന്നായാലും ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് മടങ്ങൂ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഭക്തർ. എല്ലാവരും പുതിയ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്ന കാഴ്ചയാണ്. നമുക്ക് അറിയാം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇതിനേക്കാൾ കൂടുതൽ തിരക്കുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അവിടെ കണി ദർശനം എല്ലാം ക്ഷേത്രത്തിൽ എത്തി കണ്ടതിന് ശേഷം ഭക്തർ ദർശനം നടത്തുന്നുണ്ട്. അതോടൊപ്പം അതുപോലെ തന്നെയാണ് സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിലും വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. വിഷു ഉത്സവം നടക്കുന്നുണ്ട്. ശരിയാണോ? എന്തായാലും ക്ഷേത്രങ്ങളിലൊക്കെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരം അമ്പലമുക്കിൽ നിന്നും അനന്തു ആണ് നമുക്ക് വിഷു വിശേഷങ്ങളൊക്കെ പങ്കുവച്ചത്.